സംസ്ഥാനത്തിന്റെ ടൂറിസം വരുമാനത്തിൽ വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ടാണ് കേരള ട്രാവൽ മാർട്ടിന്റെ 9ാം എഡിഷന് തുടക്കമാവുന്നത്. 57 രാജ്യങ്ങളിൽ നിന്നായി 560 പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സംസ്ഥാനം സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു തരത്തിലുമുള്ള മോശം അനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കുമെന്ന് ട്രാവൽ മാർട്ട് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നവംബർ 1 പരസ്യ വിസർജനം ഒഴിവാക്കുന്ന സംസ്ഥാനമായി കേരളം മാറും. കായലും നദിയും ശുചീകരിച്ച് മാലിന്യ വിമുക്തമാക്കും. ഹരിതകേരളം പദ്ധതിയുടെ ഭാഗമായി ജൈവകൃഷി വ്യാപകമാക്കുമെന്നും ആയുർവേദ രംഗത്തെ പോരായ്മകൾ പരിഹരിച്ച് വിദഗ്ധരുടെ സേവനം ഉറപ്പാക്കി ടൂറിസം വികസനത്തിനുള്ള പശ്ചാത്തല സൗകര്യം സർക്കാർ ചെയ്തു നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. നിങ്ങൾക്ക് പിന്നാലെ ആളുകൾ കടന്നു വന്നു. സർക്കാർ അതിനെല്ലാം ആവശ്യമായ എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കായി ആദ്യം ഇംഗ്ലീഷിലും പിന്നീട് മലയാളത്തിലുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ടൂറിസം മന്ത്രി AC മൊയ്തീൻ, MP മാരായ KV തോമസ്, PK ബിജു തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ ടൂറിസം രംഗത്ത് വരുന്ന 5 വർഷക്കാലം നടപ്പാക്കാനിരിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെയുള്ളവ യോഗത്തിൽ പ്രതിനിധികൾ അവതരിപ്പിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.